എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വോൾട്ടാസ് മിഷന്റെ എറർ കോഡുകളാണ്. വോൾട്ടാസ് ബിക്കോ മിഷന്റെ എറർ കോഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പറയാനുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന എറർ കോഡ് എന്ന് പറയുന്നത് E1 എന്നാണ് ഈ കാണിക്കുന്നത്. E1. അപ്പോൾ E1 എറർ കോഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ E1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E1 എറർ കോഡ് വരുന്നത് ഇല്ലറ്റ് എററാണ് വരുന്നത്. അത് ഇല്ലറ്റിന് കറക്റ്റ് സമയത്ത് വെള്ളം മിഷീനകത്തോട്ട് വരാത്ത പ്രശ്നത്തിലാണ് E1 വരുന്നത്. അപ്പം നമ്മളപ്പോൾ അത് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ മിഷീൻ്റെ ബാക്കിൽ പോവുക, ബാക്കിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫിൽറ്റർ എടുക്കുക, ഈ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യുക. ഇതാണ് ഫിൽറ്ററിനകത്ത് അഴുക്കുണ്ട്. ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടാൽ മതി. കറക്റ്റ് സമയത്ത് ഡ്രം നിറയാത്തതിലുള്ള പ്രശ്നത്തിലാണ് E1 വരുന്നത്. അപ്പം നമുക്ക് ഇത് കൂടാതെ ഒരു കംപ്ലൈൻറ്റോട് E1 കാണിച്ചാൽ വരും. അതും ഈ മെഷീൻ കറക്റ്റ് സമയത്ത് വെള്ളം നിറയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ്, അതായത് ഈ ഡ്രെയിനേജിൽ കൂടെ വെള്ളം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് വന്നാലും E1 എറർ കോഡ് വരും. നമ്മൾ നടക്കുമ്പോൾ തന്നെ അപ്പോൾ ഡ്രെയിനേജ് നോക്കുക, വെള്ളം പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് E1 കാണിക്കും. കാര്യം വെള്ളം ഡ്രമ്മിനകത്ത് കറക്റ്റ് സമയത്ത് നിറയുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമാണ് E1 വരുന്നത്. അപ്പം ഒരു കംപ്ലൈൻറ്റോടെ വരും. മൂന്നാമത് വരുന്നത് വെച്ചാൽ സെൻസറിൻ്റെ ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഹോളാണെങ്കിൽ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യത്തില്ല ഈ വെള്ളത്തിനെ, അന്നേരം E1 കാണിക്കും. ഈ 3 പ്രശ്നത്തിലാണ് E1 കാണിക്കുന്നത്. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ പെതുക്കെ വെള്ളം വന്ന് നിറഞ്ഞ് തീരത്തില്ല. അത് അങ്ങനെ E1 കാണിക്കുന്നത്. അതായത് സമയം മെഷീൻ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ സമയം നിറയാനെടുക്കും, അന്നേരം E1 കാണിക്കാറുണ്ട്. രണ്ടാമത് ഡ്രെയിനേജിൽ കൂടെ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കും, അന്നേരം E1 കാണിക്കാറുണ്ട്. മൂന്നാമത് സെൻസറിനകത്ത് ട്യൂബിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചെറിയ സുഷിരം വീണിട്ട് അതുവഴി വെള്ളം പുറത്തോട്ട് പോകുക, അന്നേരം E1 കാണിക്കാറുണ്ട്. ഇങ്ങനെ 3 പ്രശ്നത്തിൽ E1 കാണിക്കുന്നത്. അപ്പോൾ E6 ആണിത്. E6 എന്ന് പറയുന്നത് ഈ ഡോറ് ഓപ്പൺ ആണെന്നുള്ളതാണ്, ലിഡ് ഓപ്പൺ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് E6 എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുറകിൽ, അതായത് ബാക്ക് സൈഡിൽ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെയും 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ അഴിക്കുക. നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചേക്കുവാണ്. ഈ 2 സ്ക്രൂ അഴിച്ചിട്ട് ഇതിനകത്തൊരു ലിഡുണ്ട്, ലിഡിൻ്റെ ഒരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ചിൻ്റെ ഈ കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യുക. ഈ സാധനം മാറിയാൽ മതിയാകും. ഇതൊരു ഡേഞ്ചർ സിഗ്നലൂടാണ്. അതായത് ഇത് ഓവറായിട്ട് വൈബ്രേഷൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വന്ന് തട്ടുകയും ഇത് കട്ടാകുകയും ചെയ്യും. നമ്മളിതിപ്പോൾ തൽക്കാലം ഒന്ന് ഷോർട്ട് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാം. ഈ ഡേഞ്ചർ ലെവൽ ഇതെന്ന് പറയുന്നത് ഇതാണ് സാധനം. ഇതിനകത്ത് നമ്മുടെ ഓവറായിട്ട് ഈ ഡ്രം കടം തട്ടിക്കഴിഞ്ഞാൽ ഇത് ആകുകയും ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ വിടുകയും ചെയ്യും. അന്നേരമാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ E6 മാറിയെന്ന് നോക്കാം. നമ്മൾ ഷോർട്ട് ചെയ്തിട്ടേക്കാണ്. നമ്മുടെ മെഷീൻ കറങ്ങാൻ തുടങ്ങി, സ്പിൻ കറങ്ങാൻ തുടങ്ങി. എറർ കോഡൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഡോറ് തുറന്നാലും മെഷീൻ നിൽക്കത്തില്ല. അത് ഭയങ്കര പ്രശ്നമാണ്, ഡേഞ്ചർ ലെവലാണ് അത്. കാരണം കയ്യോ വല്ലോ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഓടിഞ്ഞ് അതിൻ്റെ വഴിക്കങ്ങ് പോകുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ മെഷീൻ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണിക്കാൻ പോകുന്ന എററാണ് E5. E5 എന്ന് വെച്ചാൽ എൻ്റെ എററാന്ന് കാണിച്ചു തരാം. ഇതാണ് E5 എന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സെൻസറിൻ്റെ എററാണ്. ഇപ്പോൾ നമ്മൾ സെൻസറിൻ്റെ ഓൾറെഡി ഊരി വിട്ടേക്കുന്നത്. സെൻസർ ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻസർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ E5 ആണ് കാണിക്കുന്നത്. അത് നമ്മൾ പുതിയ സെൻസർ, ഇപ്പം ഇതാണ് വോൾട്ടാസിൻ്റെ സെൻസർ. ഈ പുതിയ സെൻസർ ഇടുമ്പം അതങ്ങ് മാറിക്കോളും E5 എന്നുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ E5 കാണിച്ചു തന്നാൽ സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേറെ സെൻസർ കണക്ട് ചെയ്ത് സെൻസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുക. നമുക്ക് എന്ത് പ്രോഗ്രാം ആണെങ്കിലും ചെയ്യാം. സ്പിൻ ചെയ്ത് നോക്കാം. സെൻസർ ഇല്ലെന്നെങ്കിൽ E5 കാണിച്ചു തന്നത്, സെൻസർ ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ മിഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ സെൻസറിൻ്റെ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം സ്പിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. സ്പിന്നല്ല, എല്ലാ വാഷും എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ സെൻസറുകൾ E5. നമ്മളെ 3 എറർ കോഡ് ഞാൻ കാണിച്ചു തന്നെ ഇതിനകത്ത്. അപ്പോൾ ഇനി എറർ കോഡ് ഈ മെഷീനിലുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ മച്ചാമാരെ.